വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ കുറച്ച് മുമ്പായിട്ട് ആ ഗ്യാരേജിൻ്റെ അതെങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണിത്. അത് ആഡ് ചെയ്യാൻ ഇത്തിരി പണിയുണ്ട്. വെറുതെ ആഡ് ചെയ്താൽ പോരാ, സെറ്റ് കിട്ടാൽ പോരാ, ബിൽഡാക്കാനൊക്കെ ഉണ്ട് ഫയലിന്. അപ്പോൾ ഒക്കെ പറഞ്ഞു കാണിക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സെറ്റാക്കിയോടാണ് എടുത്തിരിക്കുന്നത്. ഡൗൺലോഡ്സിൽ പോവുക. ഞാൻ ഇവിടെ ഫയൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ബസ്സിൽ ഒറ്റമ്പത് ഉണ്ടാവും. ഒന്ന് മേലെ ടച്ച് ചെയ്തിട്ട് എക്സ്റ്റാർട്ട് ഷെയറിന് തൊടുക. പാസ്വേഡ് ഉണ്ടായിരുന്നു, ആ പാസ്വേഡ് ഇതിൽ കാണിക്കാൻ പാടില്ല കേട്ടോ. ഇത് ഞാൻ അടിച്ചു തരാം. പാസ്വേഡ് അടിച്ചുമ്പോൾ ഓക്കെ അമർത്തട്ടെ. അപ്ലൈ റീപ്ലേസിന് കൊടുക്കണം. ആദ്യം അവിടെ അമർത്തിലാണ്. ഇവിടെ മുകളിൽ വന്നിട്ടുണ്ടാവും ഓരോ ഗ്യാരേജിൻ്റെ. ഇത് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്ക് പോവുക. ഈ ആൻഡ്രോയിഡ് OBD മാലിയോ ഇനി മുകളിൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ അതിൽ അടിക്കുക. ഇതേപോലെ അടിച്ചാലേ ഗൈസ് ആ ഫയൽ വരുള്ളൂ. പിന്നെ സ്പ്ലിറ്റ് 0 അടിക്കുക. ഇങ്ങനെ കൃത്യം അടിക്കുക. കണ്ടോ? ഈ കൃത്യം അടിച്ചാലാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ ഇതന്നെ കൊടുത്താൽ ഇവിടെ ഫയൽ വരും. ഈ ഫയൽ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ആക്കട്ടെ. ഈ ഫയൽ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഡിലീറ്റ്. അങ്ങനെ അടുത്തത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഡിലീറ്റ് ആവട്ടെ. അപ്പോൾ അത് ഡിലീറ്റ് കഴിഞ്ഞാൽ അടുത്തൊന്നും ചെയ്യണ്ട. അടുത്തിട്ട് അവസാനം ഈ സ്പ്ലിറ്റ് ആക്കിയിട്ട് 0 ഉണ്ട്. അതിലവിടെ വന്ന് കൊടുക്കുക. ഇത് അടുത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫയൽ ഡിലീറ്റ് ആക്കുക. ഇത് ഡിലീറ്റ് ആക്കണം. എന്നിട്ട് ഒരു ഫയൽ കൂടി ഉണ്ട്. അത് അവസാനം 2 കൊടുക്കുക. വണ്ടിൻ്റെ അവിടെ വേറെ ഒന്നും ചേർത്ത് അതും ഇതും ഡിലീറ്റ് ആക്കുക. എന്നിട്ട് ഫുൾ ബാക്ക് അടിക്കുക. ഡൗൺലോഡ്സിൽ ഇപ്പോൾ ഞാൻ ഈ സ്പൈഡർമാൻ്റെ ആഡ് ചെയ്യണം. നമുക്ക് എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് ഡിവൈസ് സ്റ്റോറേജ് ആൻഡ്രോയിഡ് OBD മാലിയോ പിന്നെ ഡാറ്റ ഇത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഗെയിം ഓൺ ആക്കി കേട്ടോ. ഇവിടെ സെറ്റായിരുന്നു. ഗെയിമൊക്കെ സെറ്റായിരുന്നു, വർക്കായിരുന്നു. ഇത്രയുള്ള പണി ഞാൻ പറഞ്ഞില്ല. ആദ്യം അത് ഡിലീറ്റ് ആക്കിയാലേ ഇത് വർക്കാവുള്ളൂ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ